എല്ലാവർക്കും നമസ്കാരം. ഇറ്റാർസി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രയാഗ്രാജിലേക്കുള്ള ട്രെയിൻ കയറാൻ പോവുകയാണ്. ട്രെയിൻ കൃത്യസമയത്ത് തന്നെ എത്തി 2 മണിക്ക്. ഈ ഒരു ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര പൂർണ്ണമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഒരു വീഡിയോ ആയിട്ട്. കാരണം ഇത്രയും റിസ്ക് എടുത്തുകൊണ്ടുള്ള ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു യാത്ര ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടാവില്ല. ട്രെയിൻ എത്തി, എല്ലാ കമ്പാർട്ട്മെൻറ്റും ഫുള്ളാണ്. AC എന്നോ സ്ലീപ്പർ എന്നോ റിസർവേഷൻ എന്നോ അൺറിസർവ്ഡ് എന്നോ ഒന്നും ഇല്ലാതെ, ജനറൽ എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ആളുകൾ ടിക്കറ്റ് എടുത്തിട്ടും എടുക്കാതെയും ആളുകൾ തള്ളിക്കയറുകയാണ്. ഞങ്ങൾ എങ്ങനെയോ ഒരു സ്ലീപ്പർ കോച്ചിലേക്ക് കയറി. ഡോറെല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്, അതൊന്നും തുറക്കുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടി ഡോറ് തുറന്ന് ഞങ്ങൾ തള്ളിക്കയറി. സ്ലീപ്പർ കോച്ചിൽ ഏകദേശം ടോയ്ലറ്റിൻ്റെ ആ ഭാഗത്ത് കുറഞ്ഞൊരു കാല് വെക്കാൻ പോലും സ്ഥലമില്ലാത്ത അവിടെ ഇരുന്നു. പതുക്കെ അവിടെ ഇരിക്കാൻ സാധിച്ചു. കുറേ ആളുകളൊക്കെ, മലയാളികൾ 1-2 ആളുകളൊക്കെ ഉണ്ട്. വളരെയധികം തിരക്കാണ്. പിന്നെ പതുക്കെ അവിടെ ഒരു ബർത്തിൻ്റെ മുകളിലൊരു സീറ്റ് കിട്ടി. ഏകദേശം 10 മണിക്കൂറോളം അധികം നീണ്ട യാത്രയാണ്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പ്രയാഗ്രാജിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രയാഗ്രാജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രയാഗ്രാജ് എത്താനായി. ആളുകളൊക്കെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ദൂരെ നിന്നും ആ മഹാനദി കാണുന്നുണ്ട്. പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. യാത്രയുടെ ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ട് പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനിലെത്തി. മഹാദേവന് ഒരുപാട് നന്ദി. ഈ യാത്രയ്ക്ക് മനസ്സുകൊണ്ട് കൂടെ വന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം.